ഗായ്സ് വെൽക്കം ബാക്ക് ടു പൊന്നഞ്ചുമ്പുറ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മളിപ്പോൾ വയനാട്ടിൽ പോണ ഒരുക്കൊക്കെയാണ്. അപ്പം ഗൈസ് ലഗേജ് ഇത്രയാണ് ഗൈസ്, ഇത്ര ലഗേജ് വന്നിരിക്കുന്നത് എന്നറിഞ്ഞു. പിന്നെ എല്ലാവരും വയനാട്ടിൽ ചെന്ന് കല്യാണത്തിൻ്റെ വ്ളോഗൊക്കെ ഇടാട്ടോ ഗൈസ്. അപ്പോൾ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണം. ഈ കുഞ്ഞു വീഡിയോ ഇടാനാണ് ഞാൻ ഇത്രയും ഇഷ്ടപ്പെടും എന്ന് ആരും വിചാരിക്കാൻ നിൽക്കണ്ട കേട്ടോ. ഇന്നലെ നമ്മൾ വയനാട് എത്തിയിരിക്കണം ഗൈസ്. തണുപ്പ് നിങ്ങൾക്ക് കാണാം. അത്ര ഇപ്പം ഒത്തിരി നേരം വെളുത്തപ്പോൾ തണുപ്പങ്ങനെ ഫീൽ ചെയ്യാൻ കാണാൻ പറ്റണില്ല. ബട്ട് തണുപ്പ് ഉറച്ചിരിക്കും. കാറ്റെന്ന് പറഞ്ഞാൽ അമ്മാതിരി കാറ്റ്. പ്രത്യേകിച്ച് ഈ വണ്ടി കൂടെ പോകാൻ നേരത്ത് എന്താ കഴിച്ച ഒരാൾ കിടക്കുന്നത്. പിന്നെ വയനാട് മിനങ്ങങ്ങാടി കാറ്റ് നല്ല കാറ്റാ കഴിച്ച് നിങ്ങൾക്കത് കാണാം. ഒരാളിവിടെ കിടക്കണ് തണുത്തിട്ട്. ഞാൻ ഇവിടെ പുറത്ത് വെച്ചിരിക്കുക. ഞങ്ങളെല്ലാവരും അതെല്ലാം ഇങ്ങനെ ഉറങ്ങിയൊക്കെ പോയി എത്തി. 13 മണിക്കൂറിൻ്റെ യാത്രയാണ് കഴിച്ചത്. ഇപ്പം ഞങ്ങൾ ചെയ്തുകൊണ്ട് വന്നത് കോഴിക്കോട് കഴിഞ്ഞു. നമ്മൾ കോഴിക്കോട് കഴിഞ്ഞപ്പോഴേക്കും ഒന്ന് വഴി തെറ്റി. പിന്നെ നമ്മൾ കൊയിലാണ്ടി അവിടെ പോയി പിന്നെ വഴിയിലോട്ട് കഴിഞ്ഞു. അങ്ങനെയൊക്കെ നമ്മളിപ്പോൾ വയനാട് മിന്നാടി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി ഗൈസ്. ഇനി ബാക്കി വീഡിയോകളും നമുക്ക് വീട്ടിൽ ചെന്നിട്ട് കാണാം. അപ്പം എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഗൈസ് നമ്മൾ വയനാട് കാൽപ്പറ്റ് എത്തിയിരിക്കുന്നത് ഗൈസ്. മഞ്ഞെന്ന് പറഞ്ഞാൽ മാതിരി മഞ്ഞാണ് ഗൈസ്. ഞാൻ കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക് മഞ്ഞ് എത്രയാണ് ഗൈസ്. കണ്ട തണുപ്പത്താണ് ഗൈസ്. അങ്ങനെ മാതിരി തണുപ്പാണ്. ഗായ്സ് വെൽക്കം ബാക്ക് ടു പൊന്നഞ്ചുമ്പുറ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മളിപ്പോൾ വയനാട്ടിൽ പോണ ഒരുക്കൊക്കെയാണ്. അപ്പം ഗൈസ് ലഗേജ് ഇത്രയാണ് ഗൈസ്. ഇത്ര ലഗേജ് വന്നിരിക്കുന്നത് എന്നറിഞ്ഞു. പിന്നെ എല്ലാവരും വയനാട്ടിൽ ചെന്ന് കല്യാണത്തിൻ്റെ വ്ളോഗൊക്കെ ഇടാട്ടോ ഗൈസ്. അപ്പോൾ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണം. ഈ കുഞ്ഞു വീഡിയോ ഇടാനാണ് ഞാൻ ഇത്രയും ഇഷ്ടപ്പെടും എന്ന് ആരും വിചാരിക്കാൻ നിൽക്കണ്ട കേട്ടോ. ഗൈസ് നമ്മൾ വയനാട് കാൽപ്പറ്റ് എത്തിയിരിക്കുന്നത് ഗൈസ്. മഞ്ഞെന്ന് പറഞ്ഞാൽ മാതിരി മഞ്ഞാണ് ഗൈസ്. ഞാൻ കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക് മഞ്ഞ് എത്രയാണ് ഗൈസ്. കണ്ട തണുപ്പത്താണ് ഗൈസ്. അങ്ങനെ മാതിരി തണുപ്പാണ്. ഇന്നലെ നമ്മൾ വയനാട് എത്തിയിരിക്കണം ഗൈസ്. തണുപ്പ് നിങ്ങൾക്ക് കാണാം. അത്ര ഇപ്പം ഒത്തിരി നേരം വെളുത്തപ്പോൾ തണുപ്പങ്ങനെ ഫീൽ ചെയ്യാൻ കാണാൻ പറ്റണില്ല. ബട്ട് തണുപ്പ് ഉറച്ചിരിക്കും. കാറ്റെന്ന് പറഞ്ഞാൽ അമ്മാതിരി കാറ്റ്. പ്രത്യേകിച്ച് ഈ വണ്ടി കൂടെ പോകാൻ നേരത്ത് എന്താ കഴിച്ച ഒരാൾ കിടക്കുന്നത്. പിന്നെ വയനാട് മിനങ്ങങ്ങാടി നല്ല കാറ്റാ കഴിച്ച് നിങ്ങൾക്കത് കാണാം. ഒരാളിവിടെ കിടക്കണ് തണുത്തിട്ട്. ഞാൻ ഇവിടെ പുറത്ത് വെച്ചിരിക്കുക. ഞങ്ങളെല്ലാവരും അതെല്ലാം ഇങ്ങനെ ഉറങ്ങിയൊക്കെ പോയി എത്തി. 13 മണിക്കൂറിൻ്റെ യാത്രയാണ് കഴിച്ചത്. ഇപ്പം ഞങ്ങൾ ചെയ്തുകൊണ്ട് വന്നത് കോഴിക്കോട് കഴിഞ്ഞു. നമ്മൾ കോഴിക്കോട് കഴിഞ്ഞപ്പോഴേക്കും ഒന്ന് വഴി തെറ്റി. പിന്നെ നമ്മൾ കൊയിലാണ്ടി അവിടെ പോയി പിന്നെ വഴിയിലോട്ട് കഴിഞ്ഞു. അങ്ങനെയൊക്കെ നമ്മളിപ്പോൾ വയനാട് മിന്നാടി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി ഗൈസ്. ഇനി ബാക്കി വീഡിയോകളും നമുക്ക് വീട്ടിൽ ചെന്നിട്ട് കാണാം. അപ്പം എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമ്മളിപ്പോൾ ബത്തേരി എത്തി ഗൈസ്. അപ്പോൾ നമ്മൾ എനിക്ക് തോന്നുന്നു അപ്പോൾ ലോട്ടറി എടുക്കാൻ പോയതാണെന്ന് തോന്നുന്നു. എനിക്കറിയില്ല ഗൈസ്. എൻ്റെ ഫ്രണ്ട് എനിക്ക് ഇട്ട് നമ്മൾ വൈലാഞ്ചിയാണ് ഉണ്ട് നിങ്ങളെല്ലാം. അപ്പോൾ ഇനി അടുത്ത നമുക്ക് വീട്ടിലെത്തുമ്പോൾ അടുത്ത വീഡിയോ ഇങ്ങനെ എല്ലാം വീഡിയോ ആക്കിയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഗൈസ് ഇപ്പോൾ കാണുന്നത് സെലിയാമ്മയുടെ കൈകളാണ് ഗൈസ്. കണ്ടോ നമ്മൾ സെലിയാമ്മ ഫ്രണ്ട് ഇരിക്കുന്നുണ്ട് ഗൈസ്. നമ്മുടെ യൂട്യൂബിൽ വരാത്ത ഒരാളാണ് സെലിയാമ്മ. ഹായ്.
നീ നമുക്ക് കല്യാണത്തിൻ്റെ വീഡിയോ എല്ലാം എടുക്കണം ഗൈസ്. അതിനൊക്കെ ആയിട്ട് ഞാൻ റെഡിയാണ്. അത് നടക്കണം എന്നാണ് എൻ്റെ പ്ലാൻ കേട്ടോ ഗൈസ്. നമുക്ക് നോക്കാം എന്തായാലും. ഇപ്പം എന്തായാലും ഇനിയിപ്പോൾ അടുത്ത സ്റ്റോപ്പ് വീട്. ഞങ്ങൾ മിന്നൽ വേഗത്തിൽ പോകുന്നൊരു വണ്ടിയുണ്ട്. ആ വണ്ടിയുടെ പേര് മിന്നൽ. അപ്പം അങ്ങനെയൊക്കെയാണ്. ഉള്ളിലോട്ട് കയറാട്ടോ. ഇനി നമുക്ക് വീട്ടിലെത്തുമ്പോ അടുത്ത കാര്യം കാണാൻ കഴിയും. അല്ലേ ഗൈസ്, നമ്മൾ ബത്തേരി വീട്ടിലെത്തിയിരിക്കുന്നു ഗൈസ്. നല്ല തണുപ്പുണ്ട് ഗൈസ്. ഞാൻ വിചാരിച്ചു പിന്നെ വലിയ തണുപ്പൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിരുന്നു ഗൈസ്. അത്യാവശ്യം നല്ല തണുപ്പുണ്ട് ഗൈസ്. ഗൈസ് ഇവിടെ പറയണത് കാപ്പിക്കുരു അങ്ങനെ കണ്ടാണ് ഗൈസ് പറയണത്. പക്ഷെ എറണാകുളത്ത് പറയണ മഞ്ചാടി എന്നാണ് ഗൈസ്. ഇപ്പം നിങ്ങളുടെ നാട്ടിൽ എന്താ പറയണേ? പിന്നെ നിങ്ങളുടെ ഡിസ്ട്രിക്ട് കമൻറ്റ് ചെയ്യുക ഗൈസ്. ഗൈസ് നമുക്ക് എല്ലാവരും വരുന്നത് ഇവിടെ. ഗുഡ് മോർണിംഗ് പറഞ്ഞു കുഞ്ഞേ. ഗൈസ് കുട്ടി വീടാണ് ഗൈസ്. കണ്ടോ? നമ്മൾ നിൽക്കുന്ന അടുക്കള വശമാണ് ഗൈസ്. കണ്ടോ? ഇതാണ് അടുക്കള വശം. ഇത് മറ്റേ വയനാടായതുകൊണ്ട് കാട്ടാന പന്നിയൊക്കെ ഇറങ്ങണ ഒരു സ്ഥലമാണ് ഗൈസ്. ഇത് ഞാൻ വിചാരിച്ച കുന്നിൻ്റെ മുകളിലായിരിക്കും. അതായത് ഡോറിൻ്റെ പൊക്കം ഉണ്ടാവും, അവിടെ വീടുന്നാണ് ഞാൻ വിചാരിച്ചത് ഗൈസ്. നമുക്ക് ഇങ്ങോട്ട് ഇങ്ങോട്ട് താഴത്തോട്ട് നമുക്ക് ഇറങ്ങാൻ പറ്റും ഗൈസ്. താഴത്തോട്ട് ഇറങ്ങാൻ പറ്റും. പിന്നെ ഗൈസ് ഇനി നമുക്ക് അകത്തോട്ട് പോയാലോ? കണ്ണെത്തും ഗൈസ്. എൻ്റെ സ്കൂൾ ബാഗാണ് എൻ്റെ ബാഗ്. ഹാള് ഗൈസ്. നമുക്ക് നേരെ അകത്തോട്ട്. ഇതിപ്പോൾ ഒരു റൂം. റൂമാണെന്ന് പറയില്ല, നിങ്ങൾക്കാവട്ടെ. റൂം തന്നെയല്ലേ ഗൈസ്. ഞാൻ എന്തിലാ എൻ്റെ വീഡിയോ എടുക്കുന്നത് കണ്ടോ? ഇതിൻ്റെ ഒരു ഹാപ്പിനെസ് എൻ്റെ മുഖത്തുണ്ട് ഗൈസ്. ഇനി ലെറ്റ്സ് ഗോ. അപ്പുറത്തെ റൂമിലോട്ട് ഞാൻ പോകില്ല. ഇത് ഹാളാണ് കേട്ടോ ഗൈസ്. ഇതൊരു സോഫയുണ്ട്. ഇതൊരു ഡൈനിങ് ഹാള്, TV, പിന്നെ ഇവിടെ ഒരു വാഷ് ബേസിൻ ഉണ്ട്. ഇങ്ങനെ ഇത് വരച്ചതാണ് ഗൈസ്. ഒരു ഒട്ടിച്ചതാണ്, വരച്ചതാണ്. പിന്നെ നമുക്ക് റൂമിലോട്ട് ഇറങ്ങി. ഇത് ചേച്ചിയുടെ റൂമാണ്. ചേച്ചി ആരാന്നൊക്കെ പറയാം. ചേച്ചീൻ്റെ ഓരോ ഇതെല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഗൈസ്. ഗൈസ് ഇപ്പോൾ ഞാനൊരു കൂട്ടം കാണിച്ചു തരാം. ഞാൻ നിറച്ചും ഗൈസ് ഈ കാണുന്ന സാധനം നിറച്ചും ബുക്കാണ്. പോണ്ടിശ്ശേരിന്ന് ചേച്ചി പൊന്നു ചേച്ചി അയച്ചു കിട്ടതാണ് പഠിക്കാൻ വേണ്ടി. ബുക്ക് നിറച്ചും ബുക്കാണ് ഗൈസ്. അപ്പുറത്തെ കാണുന്ന പൊന്നിശ്ശേരി അവിടെ നിറച്ചും ബുക്കാണ്. പിന്നെ പെയിൻറ്റിങ്സ്, ദസ് മെമ്മറീസ്, അങ്ങനെ കുറേ പടങ്ങളൊക്കെ വരച്ച് ഇന്ത്യ ലോകത്തിൻ്റെ പിക്ചറൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ഗൈസ്. നമ്മൾ ലെറ്റ്സ് ഗൈസ്. ഇതാണ് അടുക്കള. നമ്മുടെ ആളെ കാണിച്ചു തന്നാലോ? ഹയറാ ഇങ്ങനെ ഒരു ഹയറാ. ഹായ്. ഇതാരത്? ഞാഞ്ഞമ്മേ ഒരു ഹായ് പറഞ്ഞേ. ഹായ്. നമ്മൾ ജോലിക്ക് വേണ തിരക്കാല്ലേ? ജോലിക്ക് വേണ തിരക്കിലാണ്. നമ്മുടെ കൊച്ച അടുക്കളയാണ്. ഒരു മിനിറ്റ്. ഇപ്പൊ എന്തൊട്ട് ഉണ്ടാക്കണേ? സാമ്പാർ, ഇഡ്ഡലി. ആർക്കാ? ഈ ചേർത്തിനൊക്കെ. അപ്പൊ നമ്മുടെ ശരിയമ്മയുടെ ചേച്ചി താഴ്ത്തമ്മ രാവിലെ തന്നെ അടുക്കളയിൽ പണി ആണ് ഗൈസ്. നമ്മള് വന്നെന്നും പറഞ്ഞ് കാത്തിരുന്ന ഗൈസ്. നമ്മള് വൈകിപ്പോയി ഗൈസ്, അല്ലേ? വൈകിപ്പോയി. പിന്നെ ഗൈസ് ഇത് പാത്രങ്ങൾ, സാധനങ്ങളൊക്കെ വെക്കണത്. പിന്നെ ഇവിടെ ഒരു അടുപ്പ്, പാത്രം കഴുകാം, അങ്ങനെ വരുന്നത് ഗൈസ്. നേരത്തെ വന്ന സ്ഥലമാണിത്. ഇവിടെ താഴത്തോട്ട് ഇറങ്ങിയ സ്റ്റെപ്പ് ഉണ്ട്. നല്ല തണുപ്പാണ് ഗൈസ്. നമുക്ക് ഒരു റൂം കൂടി ഉണ്ട് ഗൈസ്. ഞാനത് കാണിക്കില്ല കാരണം ഇവിടെ അപ്പം കിടക്കുമോ.
ഗൈസ്. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണാം.